ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ അതേ എന്നും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഒരു തേങ്ങാച്ചോറ് വെച്ചിട്ടാ. തേങ്ങാച്ചോറ് കഴിഞ്ഞാൽ പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത്. പച്ചരിയിലോ അല്ലെങ്കിൽ നമ്മുടെ കുറുവരി അങ്ങനത്തെ അരിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ വെക്കാം. ഞാൻ പച്ചരിയിലാണ് വെച്ചത്. അപ്പോൾ ഈ കുഞ്ഞുള്ളി ഇങ്ങനെ നടുക്കിലിങ്ങനെ അരിഞ്ഞിട്ട് ഇട്ടുക. പിന്നെ കുറച്ച് ഉലുവ ഇടുക. ഉലുവൊക്കെ ഇഷ്ടംപോലെ ഇടണം കേട്ടോ. എനിക്കങ്ങനെ ഉലുവ വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചിട്ടു. അതുപോലെ കുറച്ച് തേങ്ങ ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായി. ഇതിന് നമ്മൾ തേങ്ങാച്ചോറ്, ഇളക്കച്ചോറ്, ഉലുവാച്ചോറ് അങ്ങനെ എന്തൊക്കെ ചോറ് പറയും. അപ്പോൾ ഞാൻ 3 വിസിലടിച്ച് അത് കാരണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി തേങ്ങാച്ചോറുണ്ട്. അപ്പോൾ ഞാനിത് ഒരു എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള, അതുപോലെ ഒരു ഗ്രാമ്പൂ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വറുത്ത് ഒരു ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിത് വറുത്ത് അരിച്ച് നമ്മളിങ്ങനെ അരച്ചിട്ടെടുക്കുന്ന ആ പേസ്റ്റിലാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിന് ശേഷം നമ്മൾ മസാല ഇട്ടെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല, അതൊക്കെ ഇട്ടെടുത്ത് ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിലവർ തോന്നുന്നത് നല്ല മധുരമാണ് കറി എന്നൊക്കെ തോന്നും. മധുരമൊന്നുമില്ല. ആവശ്യത്തിലുള്ള എരിവ് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അല്ലാതെ ഇത് അരച്ച് വെച്ചുകൊണ്ട് മധുരക്കറിയാണെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേണമെന്നുവെച്ചാൽ കുരുമുളക് ചതച്ചതോ കുരുമുളക് പൊടിയൊക്കെ ഇട്ടാലും നല്ല ഇതാണ്. അല്ലാണ്ട് മധുരമുള്ള കറിയൊന്നും നല്ലത്. അപ്പോൾ നമ്മൾ മസാല അങ്ങനെ സെറ്റായി. ഇനി ഇത് തണുത്ത് നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ആ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. അപ്പോൾ ഇത് തണുത്ത് നമ്മളത് അത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചിക്കനും ഇട്ടെടുത്തു. പിന്നെ നമ്മൾ മൂടി വെച്ചത് നമ്മൾ ചിക്കനൊക്കെ വെന്ത് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും താളിച്ച് വെച്ചിട്ടുണ്ട്. ഈ താളിച്ച് ഒഴിക്കാണ്ടും ടേസ്റ്റ് ഉണ്ട്, ഒഴിച്ചിട്ട് വേറൊരു ടേസ്റ്റാണ്. അത് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒഴിച്ചാണ്ടുണ്ടാക്കി, ഒരു പ്രാവശ്യം ഒഴിച്ചും ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടിനും രണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മളെ കറി അങ്ങനെ അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചോറും അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താ, ഒന്ന് സപ്പോർട്ട് ചെയ്യടോ. അതുപോലെ ഒന്ന് ലൈക്ക് അടിച്ചിക്കണോ നോക്കിക്കാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടല്ലേ നമ്മളിങ്ങനെ മുന്നോട്ടൊക്കെ പോവുക. അപ്പോൾ ഒന്നുമില്ല. ടാറ്റ, ബൈ, സീ യു.